ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? എല്ലാവരും കുളിച്ചിട്ടുണ്ടോ? എല്ലാവരും കുളിച്ചിട്ടുണ്ടല്ലേ? ശരി, ഓക്കെ. പിന്നെ നിങ്ങൾ പിറന്നാൾ കഴിക്കാറുണ്ടോ? പിറന്നാൾ ആഘോഷിക്കാറുണ്ടോ? ഉണ്ട് അല്ലേ? ഉണ്ട്. എങ്ങനെയാണ് പിറന്നാൾ ആഘോഷിക്കാറ്? എങ്ങനെയാണ്? കൂട്ടുകാരെയും ബന്ധുക്കളെയും പരിസരവാസികളെല്ലാം ക്ഷണിച്ചിട്ടാണ് നമ്മൾ പിറന്നാൾ ആഘോഷിക്കാറ് അല്ലേ? അപ്പോൾ അവർ ഗിഫ്റ്റൊക്കെ കൊണ്ടുവരും അല്ലേ? ഡോള്, പിന്നെ ഡ്രസ്സുകൾ, ബേക്കറി സാധനങ്ങൾ അല്ലേ? അങ്ങനെയൊക്കെ പല ഗിഫ്റ്റുകളും തരും അല്ലേ? നമ്മൾ അവർക്ക് എന്ത് കൊടുക്കും? മധുരപലഹാരങ്ങൾ, പായസം ഒക്കെ വെച്ച് കൊടുക്കും അല്ലേ? അങ്ങനെയാണ് പിറന്നാൾ ആഘോഷിക്കാറ് അല്ലേ? ശരി, ഓക്കെ. പിന്നെ പിറന്നാളല്ലാതെ മറ്റെന്ത് ആഘോഷമാണ് നമ്മൾ വീട്ടിൽ കഴിക്കാറ്, വീട്ടിൽ ആഘോഷിക്കാറ്? പറയൂ, ആർക്കറിയാം? പിറന്നാളല്ലാതെ മറ്റെന്ത് ആഘോഷമാണ് നമ്മൾ വീട്ടിൽ ആഘോഷിക്കാറ്? ആരാ പറയുന്നത്? പറയുന്നുണ്ടല്ലോ. എന്താണ്? വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, ഓണം, വിഷു, ക്രിസ്മസ്, ഇവയൊക്കെ ഒരു ആഘോഷങ്ങളല്ലേ? അതും നമ്മൾ വീട്ടിൽ ആഘോഷിക്കാറുണ്ട് അല്ലേ? ഇതൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ ആഘോഷിക്കാറ്. ശരി, ഓക്കെ. എന്തിനായിരിക്കും നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കുന്നത്? ഇത്തരം പരിപാടികളൊക്കെ നമ്മൾ എന്തിനാണ് ആഘോഷിക്കുന്നത്? വർഷത്തിലൊരിക്കൽ ആഘോഷിക്കുന്നത് എന്തിനായിരിക്കും? എന്തിനായിരിക്കും? ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലേ? നമ്മളെ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഘോഷങ്ങൾ ആഘോഷിക്കുന്നത്. ഇത്തരം ആഘോഷങ്ങൾ വർഷത്തിൽ ഒരു പ്രാവശ്യം ആഘോഷിക്കുന്നത് ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ബന്ധങ്ങൾ നിലനിർത്തുന്നത്? സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ബന്ധങ്ങൾ വേണം കേട്ടോ. സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ ബന്ധങ്ങൾ വേണം. ഓക്കെ, മനസ്സിലായോ? ഇനി നിങ്ങൾ നിങ്ങളുടെ മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുക്കൂ. പാഠം 5 കുഞ്ഞനുറുമ്പ് എടുത്തോ. ഈ കുഞ്ഞനുറുമ്പ് എന്ന പാഠത്തില് എന്താണ് നമ്മളോട് പറഞ്ഞിരുന്നത്? കുഞ്ഞനുറുമ്പിന്റെ പിറന്നാളാണ്, ബർത്ത്ഡേ ആണ്. ആ കുഞ്ഞനുറുമ്പിന്റെ പിറന്നാളിന് ക്ഷണിച്ചവരാരൊക്കെയാണ്, അവർക്ക് നൽകിയ വിഭവങ്ങളൊക്കെ പറയുന്ന പാഠഭാഗമാണ് കുഞ്ഞനുറുമ്പ് എന്ന പാഠത്തില് നമ്മൾ കാണുന്നത്. ഈ എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്? നല്ലൊരു വൃത്തിയുള്ള വീടുണ്ടല്ലേ കുഞ്ഞനുറുമ്പിന്? വൃത്തിയുള്ള വീടുണ്ട്. പിന്നെ ബലൂൺ കെട്ടിയിട്ടുണ്ട്, തോരണങ്ങൾ കെട്ടിയിട്ടുണ്ട്. ഉറുമ്പ് അതിഥികളെ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. കണ്ടാ? എല്ലാവരും സമ്മാനങ്ങൾ കൊണ്ടുവരുന്നു. വന്നവർ കസേരയിൽ ഇരിക്കുന്നുണ്ട് അല്ലേ? ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്ന എല്ലാ സമീപവാസികളെ ആര് ക്ഷണിച്ചിട്ടുണ്ട് പിറന്നാളിന്? ഉറുമ്പ് ക്ഷണിച്ചിട്ടുണ്ട് അല്ലേ? ഇനി നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. പാഠം 5 കുഞ്ഞനുറുമ്പ്. കുഞ്ഞനുറുമ്പിന്റെ പിറന്നാളാണ്. കുഞ്ഞൻ വീട് അലങ്കരിച്ചു, തോരണം കെട്ടി, ബലൂണുകൾ തൂക്കി, എല്ലാവരെയും വിളിച്ചു. ഈച്ച വന്നു, പൂച്ച വന്നു, കോഴിയും കുറുക്കനും ഓടി വന്നു, കാക്കയും തത്തയും പറന്നു വന്നു, കുരങ്ങനും മുയലും ചാടി വന്നു, കീരി, കരടി, തവള, മൈന എല്ലാവരും വന്നു. കുഞ്ഞൻ ആഹാരത്തിനുള്ള വിഭവങ്ങൾ ഒരുക്കി. വായിച്ചല്ലോ, എല്ലാരും വായിച്ചില്ലേ? അപ്പം ആരുടെ പിറന്നാളാണ്? കുഞ്ഞനുറുമ്പിന്റെ പിറന്നാള്. ആരുടെ പിറന്നാളാണ്? കുഞ്ഞനുറുമ്പിന്റെ പിറന്നാള്. അപ്പം കുഞ്ഞൻ വീട് അലങ്കരിച്ച് വീടൊക്കെ നല്ലോണം വൈറ്റ് വാഷൊക്കെ ചെയ്ത്, തോരണങ്ങൾ കെട്ടി, ബലൂണുകളെല്ലാം കെട്ടി, അങ്ങനെയാണ് അലങ്കരിച്ചത്. പിന്നെന്താണ്? എല്ലാവരെയും വിളിച്ച് കാര്യമാണ് വിളിച്ചത്. ഈച്ചനെ വിളിച്ച്, പൂച്ചേനെ വിളിച്ച്, കോഴീനെ വിളിച്ച്, കുറുക്കനെ വിളിച്ച്, കാക്കേനെ വിളിച്ച്, തത്തേനെ വിളിച്ച്, കുരങ്ങന, മുയലിനെ, കീരി, കരടി, തവള, മന എല്ലാ പക്ഷി മൃഗാദികളെയും ക്ഷണിച്ചിരിക്കുന്നു അല്ലേ? എല്ലാരെയും ക്ഷണിച്ചിരിക്കുന്നു. എല്ലാവരും വന്നു. അപ്പൊ കുഞ്ഞൻ ആഹാരത്തിന് വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവർക്കെല്ലാം വിഭവങ്ങൾ കൊടുക്കണ്ടേ?
അപ്പം നമ്മളെപ്പോലെ തന്നെ പലതരം വിഭവങ്ങളാണ് ഒരുക്കിയത്. ചോറ് മാത്രമല്ല, പലതരം വിഭവങ്ങൾ. ചോറ് വേണ്ടവർക്ക് ചോറ്, പലഹാരങ്ങൾക്ക് വേണ്ടവർക്ക് പലഹാരം, പലതരം വിഭവങ്ങളാണ് ഒരുക്കിയത്. അപ്പോൾ ഇവിടെ പറയാം, മറ്റെന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടാവും? എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടാവും? പിന്നെ അവർക്ക് ഭക്ഷണത്തിന് ഇരിക്കാൻ വേണ്ടി കസേരകളും മേശകളൊക്കെ തയ്യാറാക്കണ്ടേ? അങ്ങനെയൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. പുതിയ ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ടാവും, അല്ലേ? അതൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. എന്തൊക്കെയാ മറ്റെന്തൊക്കെയാണ് ഒരുക്കിയത്? കസേരകള്, മേശകൾ, ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ അല്ലേ? ഭക്ഷണത്തിന് ഇരിക്കാൻ വേണ്ടിയുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. അപ്പൊ പിറന്നാളിന് വന്നവരുടെ പേര് പറയാം. ആരൊക്കെയാണ് പിറന്നാളിന് വന്നത്? പൂച്ച, കാക്ക, കോഴി, ഈച്ച, പിന്നെ കുരങ്ങൻ, മുയൽ, കരടി, കുറുക്കൻ, തവള, തത്ത, മൈന, എലി. ഇവരൊക്കെ പിറന്നാളിന് വന്ന്. ആരുടെ പിറന്നാളിന്? കുഞ്ഞനുറുമ്പിന്റെ പിറന്നാളിന്. ഇനി തരം തിരിക്കാം. പിറന്നാളിന് വന്നവരെ തരംതിരിച്ച് കളത്തിലെഴുതണം. പിറന്നാളിന് വന്നവരെ തരംതിരിച്ച് കളത്തിലെഴുതണം. ഇവിടെയുണ്ട് നടന്നു വന്നവരുണ്ട്, പറന്ന് വന്നവരുണ്ട്, ചാടി വന്നവരുണ്ട്. അപ്പൊ നടന്നു വന്നവർ ആരൊക്കെ ആയിരിക്കും? ഒന്ന് പൂച്ച നടന്നു വന്നതായിരിക്കും, അല്ലേ? പൂച്ച. പിന്നെ ആരാണ് നടന്നു വന്നത്? ആരാണ്? കുറുക്കൻ. പിന്നെ ആരാണ് നടന്നു വന്നത്? എലി. ഇനി പറന്നു വന്നവർ ആരൊക്കെയാണ്? പറന്നു വന്നത്? കാക്ക, കോഴി, ഈച്ച, പിന്നെ ആരാണ്? തത്ത, മൈന, പിന്നെ ചാടി വന്നവർ ആരൊക്കെയാണ്? കുരങ്ങൻ, മുയൽ, തവള, അല്ലേ? അപ്പൊ ഇനി ബാക്കി കുറച്ച് പേരുണ്ടല്ലോ നടന്നു വന്നവര്. കരടി ഉണ്ട്, അല്ലേ? കരടി നടന്നിട്ടല്ല വന്നത്. കരടി. പിന്നെ ആരാ ബാക്കിയുള്ളത്? അപ്പൊ പൂച്ച, കുറുക്കൻ, എലി, കരടി. അവരെ നടന്നിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ കാക്ക, കോഴി, ഈച്ച, തത്ത, മൈന, കുരങ്ങൻ, പിന്നെ മുയൽ, പിന്നെ തവള. അപ്പൊ എഴുതിയല്ലോ. നടന്നു വന്നവർ പൂച്ച, കുറുക്കൻ, എലി, കരടി. പറന്നു വന്നവർ കാക്ക, കോഴി, ഈച്ച, തത്ത, മൈന. ചാടി വന്നവർ കുരങ്ങൻ, മുയൽ, തവള. അല്ല, ഇതിങ്ങനെ നിങ്ങള് നോട്ട് ബുക്കിൽ എഴുതണം. ടെക്സ്റ്റ് ബുക്കിലും എഴുതണം കേട്ടോ. അടുത്ത പേജ് എടുക്ക്. കുഞ്ഞൻ ആഹാരം വിളമ്പി. മേശപ്പുറത്ത് എല്ലാവർക്കും ഭക്ഷണം വിളമ്പില്ലേ? എല്ലാവർക്കും ചേറിട്ട് കൊടുത്ത് എല്ലാവർക്കും കുഞ്ഞൻ തന്നെ വിളമ്പി കൊടുക്കുന്നു. എന്തൊക്കെ വിളമ്പുന്നത്? ദോശ, അട, അപ്പം, പാലപ്പം,
ചോറ്, മീൻ, വട, ഇലയട, ഐസ്ക്രീം, ഈത്തപ്പഴം, സാമ്പാർ, ഇഷ്ടമുള്ളത് എടുത്തു കഴിക്കാം അല്ലേ. നമ്മളിപ്പോ ഒരു കല്യാണത്തിനൊക്കെ പോയാൽ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളല്ല, ചോറ് മാത്രമല്ല എല്ലാതരം പലഹാരങ്ങൾ എന്തെന്നാ ഇഷ്ടം ഇഷ്ടമുള്ള പലഹാരങ്ങൾ കഴിക്കുക. അതേപോലെയാണ് കുഞ്ഞിനുറുമ്പും ഭക്ഷണങ്ങൾ തയ്യാറാക്കിയത്. കുഞ്ഞൻ പറഞ്ഞു, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണേ. ആരാ പറയുന്നത്? മുയൽ പറഞ്ഞു. ആഹാരം കഴിച്ചതിന് ശേഷവും കൈ കഴുകണം. പൂച്ച പറഞ്ഞു. ആരും ആഹാരം പാഴാക്കരുത്. കുഞ്ഞൻ ഓർമ്മിപ്പിച്ചു. അവർ കൈയും മുഖവും കഴുകി ആഹാരം കഴിച്ചു. എല്ലാവരും കുഞ്ഞിന് സമ്മാനങ്ങൾ നൽകി. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കൈ കഴുകിയാൽ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. മാത്രമല്ല ഭക്ഷണം കഴിച്ചതിന് ശേഷം വായും കൈയും കഴുകണം. മാത്രമല്ല ഭക്ഷണം പാഴാക്കരുത്. ഇത്രയും മനസ്സിലായോ? നിങ്ങൾ 3 പ്രാവശ്യം ഈ ടെസ്റ്റ് വീട്ടിൽ നിന്ന് വായിക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം വായിച്ച് പഠിക്കുക. അക്ഷരങ്ങളൊക്കെ നല്ലോണം വായിച്ച് പഠിക്കുക. ക്ലാസ് മനസ്സിലായോ? ഇഷ്ടമായോ? ഓക്കെ.